ജോലിയുടെ നമസ്കാരം. കയ്യോട് നമസ്കാരം. നാളത്തെ വിശേഷം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കുടി നഗരസഭയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെ ഒരു കൗൺസിലർ എന്നല്ലേ പറയും. ചാലക്കുടി നഗരത്തിന്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി ബഹുമാനായിട്ടുള്ള ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ആലി ഷിബു നാളൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തെ ഒരു കൗൺസിലർ നിലയ്ക്ക് അങ്ങ് സ്വാഗതം ചെയ്യുന്നുണ്ടോ? ചെറിയ കാര്യമല്ല, നമ്മൾ 100% സ്വാഗതം ചെയ്യണം. കാരണം അത്രയും രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്കാണ് ഇന്ന് നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, ബസ് മുതലാളിമാര്, വ്യാപാരികള്, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കള്, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കൂടി അഭിപ്രായം എടുക്കുമ്പോഴാണ് നഗരത്തിൽ ഏത് രീതിയിലുള്ള ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ചോദിച്ചു ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, കാറിൽ യാത്ര ചെയ്യുന്ന ആളാണ്, ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഒറ്റ നിമിഷം ഈ ചാലക്കുടി പട്ടണത്തിലൂടെ പോകുമ്പോൾ വിജയ ജോലിക്ക് എവിടെയൊക്കെയാണ് പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന് തോന്നിയിട്ടുള്ളത്? 1, 2, 3. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്ക് ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാന സ്ഥലം അടിപ്പാതയാണ്. രണ്ടാമത്തെ സ്ഥലം ആനമല മുതൽ ട്രങ്ക് റോഡ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലമാണ്. മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് KSRTC റോഡാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ഈ ആനമല ജംഗ്ഷൻ മുതൽ അതുപോലെ തന്നെ ട്രങ്ക് റോഡ് വരെയുള്ള സ്ഥലത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പറ്റുക? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം? ഇന്ന് നിരവധി നിർദ്ദേശങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ നാളെ വിളിച്ചു കൂട്ടുന്ന ഈ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ പലരും ഉയർന്നു വരും. അതോടൊപ്പം തന്നെ അത് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് നടപ്പിലാക്കാൻ പറ്റിയ കാര്യം, ചാലക്കുടി ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ റോഡിലേക്ക് ഒരു ബൈപ്പാസ് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തീരുമാനം എടുക്കുകയും ചില സ്വകാര്യ വ്യക്തികൾ ഭൂമി ഫ്രീ ആയിട്ട്, അതായത് 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഭൂമി വിട്ടു നൽകി ആ ഭൂമി നഗരസഭ ഏറ്റെടുത്തു. ആ ഭൂമി പാടമായി കിടക്കുകയായിരുന്നു. അത് തരംമാറ്റം നടത്തി ചാലക്കുടി നഗരസഭ കൗൺസിൽ അതിൽ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു. അത് ആ ഫണ്ട് ടെൻഡർ ചെയ്ത അത് എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് കരാറുകാരൻ വെച്ചിട്ട് ഇന്ന് 6 മാസത്തിലധികമായി ഇന്ന് വരെയും അതിന്റെ നിർമ്മാണം ഒന്നും തുടങ്ങിയിട്ടില്ല. അടിയന്തരമായിട്ട് ആ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഗതാഗതക്കുരുക്ക് ഒഴിവാകുന്നതിൽ ഒരു തർക്കമില്ല. നമ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് വിജയ ജോലിക്ക് ആണ് തോന്നിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതില് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് റോഡുണ്ട് DSP ഓഫീസിലേക്കുള്ളത്. അതായത് ചാലക്കുടി എല്ലാ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനിരിക്കുന്ന DSP ഇരിക്കുന്നത് ഈ റോഡിലൂടെയാണ് അദ്ദേഹത്തിന് കടന്നു പോയത്. ആ റോഡിൽ പോകുന്ന റോഡിന്റെ നടുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധി ജീപ്പുകൾ, പോലീസ് ജീപ്പുകൾ തലങ്ങും ഓടുമ്പോൾ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യാതെ അവർ കണ്ടില്ലെന്ന് അടിച്ച് അതിന്റെ സൈഡിൽ കൂടെ വണ്ടി എടുത്ത് പോകുന്നു. അപ്പൊ പോലീസ് നിർബന്ധമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിൽ ട്രാഫിക് ഗതാഗത കാര്യത്തിൽ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് ഇടപെടേണ്ട ആൾക്കാർ ഈ പോലീസാണ്. ഈ KSRTC റോഡിൽ നിരവധി വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ ഇതുപോലെ പാർക്ക് ചെയ്യേണ്ടത്. അതെല്ലാം അടിയന്തരമായിട്ട് പോലീസും കൂടി ഇടപെട്ടാലാണ് രണ്ടാമത് നമുക്ക് ഇതിൽ പരിഹാരം ഉണ്ടാവുള്ളൂ. കൗൺസിലറായിട്ടുള്ള വിജയ ജോജി, അതായത് കാറിനും സ്കൂട്ടറിനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിജയ ജോജിക്ക് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാൻ സാധിക്കുമല്ലോ നിരവധി പരിഷ്കാരങ്ങൾ. നാളെ സർവകക്ഷി യോഗം നടക്കുകയാണ്. ആ സർവകക്ഷി യോഗത്തിലേക്ക് നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് ഇടാം. വിജയ ജോജി അദ്ദേഹം കണ്ട കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ളതും പറയാം. നന്ദി, നമസ്കാരം. ജോജിയേട്ടാ, നല്ല നാട്, നമ്മുടെ നാട്, ചാലക്കുടി സ്വന്തം നാട്. യെസ്.